കൂടെയുണ്ടേശു എൻ കൂടെയുണ്ട്, കൂട്ടിനവൻ എന്നും കൂടെയുണ്ട്. കൂടെയുണ്ടേശു എൻ കൂടെയുണ്ട്, കൂട്ടിനവൻ എന്നും കൂടെയുണ്ട്. കൂരിരുൾ താഴ്വരെ കൂടെയുണ്ട്, കൂട്ടാളിയായിട്ടൻ കൂടെയുണ്ട്. കൂരിരുൾ താഴ്വരെ കൂടെയുണ്ട്, കൂട്ടാളിയായിട്ടൻ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഞാൻ കൂടെയുണ്ട്, ഇന്നുര ചെയ്തവൻ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഞാൻ കൂടെയുണ്ട്, ഇന്നുര ചെയ്തവൻ കൂടെയുണ്ട്. പേടിക്കയില്ല ഞാൻ മരണത്തെയും, മരണത്തെ ജയിച്ചവൻ കൂടെയുണ്ട്. പേടിക്കയില്ല ഞാൻ മരണത്തെയും, മരണത്തെ ജയിച്ചവൻ കൂടെയുണ്ട്. ആഴിയിന്നാഴത്തിൽ കൂടെയുണ്ട്, ആകാശമേഘങ്ങളിൽ കൂടെയുണ്ട്. ആഴിയിന്നാഴത്തിൽ കൂടെയുണ്ട്, ആകാശമേഘങ്ങളിൽ കൂടെയുണ്ട്. ആവശ്യനേരത്തിൻ കൂടെയുണ്ട്, ആശ്വാസദായകൻ കൂടെയുണ്ട്. ആവശ്യനേരത്തിൻ കൂടെയുണ്ട്, ആശ്വാസദായകൻ കൂടെയുണ്ട്. വെള്ളത്തിൽ കൂടി ഞാൻ കടന്നിടിലും, വെള്ളമെൻ്റെ മേൽ കവിയുകില്ല. വെള്ളത്തിൽ കൂടി ഞാൻ കടന്നിടിലും, വെള്ളമെൻ്റെ മേൽ കവിയുകില്ല. വെന്തുപോകില്ല ഞാൻ തീയിൽ നടന്നാൽ, എൻ താതൻ എന്നോട് കൂടെയുണ്ട്. വെന്തുപോകില്ല ഞാൻ തീയിൽ നടന്നാൽ, എൻ താതൻ എന്നോട് കൂടെയുണ്ട്. ബാഖായിൻ താഴ്വരെ കൂടെയുണ്ട്, യാക്കോബിൻ ദൈവം എൻ കൂടെയുണ്ട്. ബാഖായിൻ താഴ്വരെ കൂടെയുണ്ട്, യാക്കോബിൻ ദൈവം എൻ കൂടെയുണ്ട്. രോഗക്കിടക്കയിലും കൂടെയുണ്ട്, ലോകാന്ത്യത്തോളം എൻ കൂടെയുണ്ട്. രോഗക്കിട
കൂടെയുണ്ടേശു എൻ കൂടെയുണ്ട്. കൂട്ടിനവൻ എന്നും കൂടെയുണ്ട്. കൂടെയുണ്ടേശു എൻ കൂടെയുണ്ട്. കൂട്ടിനവൻ എന്നും കൂടെയുണ്ട്. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 28-ാം വാക്യം മുതൽ ചില വാക്യങ്ങൾ വായിച്ച് കേൾപ്പിക്കാം. ഈ വാക്കുകളെ പറഞ്ഞിട്ട് ഏകദേശം 8 നാൾ കഴിഞ്ഞപ്പോൾ അവൻ പത്രോസിനെയും യോഹന്നാനെയും യാക്കോബിനെയും കൂട്ടിക്കൊണ്ട് പ്രാർത്ഥിപ്പാൻ മലയിൽ കയറിപ്പോയി. അവൻ പ്രാർത്ഥിക്കുമ്പോൾ മുഖത്തിൻ്റെ ഭാവം മാറി, ഉടുപ്പ് മിന്നുന്ന വെള്ളയായും തീർന്നു. 2 പുരുഷന്മാർ അവനോട് സംഭാഷിച്ചു. മോശയും ഏലിയാവും തന്നെ. അവർ തേജസ്സിൽ പ്രത്യക്ഷരായി അവൻ യെരൂശലേമിൽ പ്രാപിപ്പാനുള്ള നിര്യാണത്തെക്കുറിച്ച് സംസാരിച്ചു. പത്രോസും കൂടെയുള്ളവരും ഉറക്കത്താൽ ഭാരപ്പെട്ടിരുന്നു. ഉണർന്ന ശേഷം അവൻ്റെ തേജസ്സിനെയും അവനോടുകൂടെ നിൽക്കുന്ന 2 പുരുഷന്മാരെയും കണ്ടു. അവർ അവനെ വിട്ടുപിരിയുമ്പോൾ പത്രോസ് യേശുവിനോട്, ഗുരു, നാം ഇവിടെ ഇരിക്കുന്നത് നല്ലത്. ഞങ്ങൾ 3 കുടിലുണ്ടാക്കട്ടെ, ഒന്ന് നിനക്കും, ഒന്ന് മോശയ്ക്കും, ഒന്ന് ഏലിയാവിനും എന്ന് താൻ പറയുന്നത് ഇന്നത് എന്നറിയാതെ പറഞ്ഞു. ഇത് പറയുമ്പോൾ ഒരു മേഘം വന്നു അവരുടെ മേൽ നിഴലിട്ടു. അവർ മേഘത്തിലായപ്പോൾ പേടിച്ചു. മേഘത്തിൽ നിന്ന്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പീൻ എന്ന ഒരു ശബ്ദമുണ്ടായ നേരത്ത് യേശുവിനെ തനിയെ കണ്ടു. അവർ കണ്ടതൊന്നും ആ നാളുകളിൽ ആരോടും അറിയിക്കാതെ മൗനമായിരുന്നു. താബോർ മലയ്ക്ക് ഹെർമോന്യ പർവ്വതം എന്നും പേരുണ്ട്. താബോർ മല, ഹെർമോൻ പർവ്വതം. ഹെബ്രോനെക്കുറിച്ച് നാം ഇതിനു മുമ്പ് പഠിച്ചു. തിരുവചനത്തിലെ പർവ്വതങ്ങളെക്കുറിച്ച് നാം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. തിരുവചനത്തിലെ ഓരോ പർവ്വതത്തിനും തിരുവചനത്തിലെ ഓരോ മലയ്ക്കും ചില ആധ്യാത്മിക സന്ദേശങ്ങൾ നമുക്ക് തരാനുണ്ട്. ഇന്ന് നാം താബോർ മലയുടെ അനുഭവത്തെക്കുറിച്ച് വളരെ ശ്രേഷ്ഠമായ ചില കാര്യങ്ങൾ ചിന്തിക്കാൻ തുടങ്ങുകയാണ്. താബോർ മല രൂപാന്തരത്തിൻ്റെ മലയാണ്. ഇറ്റ് ഈസ് ദി മൗണ്ടൻ ഓഫ് ട്രാൻസ്ഫിഗറേഷൻ. രൂപാന്തരത്തിൻ്റെ മലയാണ്. മൗണ്ടൻ ഓഫ് ട്രാൻസ്ഫിഗറേഷൻ, രൂപാന്തരം നടക്കുന്ന മലയാണ്. യേശു തൻ്റെ തേജസ്സിൽ പ്രത്യക്ഷപ്പെട്ട മലയാണ്. താബോർ മലയിൽ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ 3 പേരെയും കൂട്ടിക്കൊണ്ട് പ്രാർത്ഥിപ്പാൻ കയറിപ്പോയി. തിരുവചനം നാം വായിക്കുമ്പോൾ യേശു ക്രിസ്തു പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടിക്കൊണ്ട് മറ്റ് ശിഷ്യന്മാരാരും കൂടാതെ പോയതും ഇരുന്നതുമായ പ്രവർത്തിച്ചതുമായ മറ്റു ചില രംഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന്, യായിറോസിൻ്റെ മകൾ മരിച്ചു എന്നറിഞ്ഞപ്പോൾ യേശു യായിറോസിൻ്റെ ഭവനത്തിൽ ചെന്ന് മരിച്ചു കിടക്കുന്ന ആ കുട്ടി കിടക്കുന്ന മുറിയിലേക്ക്, ശവശരീരം കിടക്കുന്ന മുറിയിലേക്ക് യേശു കടന്നുപോയപ്പോൾ എല്ലാ ശിഷ്യന്മാരെയും കൂട്ടിക്കൊണ്ടു പോയില്ല. പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും മാത്രമേ കൂട്ടിക്കൊണ്ടു പോയുള്ളൂ. ഇവിടെ ഈ താബോർ മലയിൽ യേശു പ്രാർത്ഥിപ്പാൻ പോയപ്പോൾ പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും മാത്രം കൂട്ടിക്കൊണ്ട് താബോറിലേക്ക് കയറിപ്പോയി. ഗത്സമൻ തോട്ടത്തിൽ യേശു പ്രാർത്ഥിപ്പാൻ പോയപ്പോൾ ഗത്സമനിൽ ഗബ്ബഥായിലേക്ക് പോകുന്നതിന് മുൻപ്, വിസ്താരരംഗത്തേക്ക് പോകുന്നതിന് മുൻപ്, ഗോകുൽത്തായിലേക്ക് പോകുന്നതിന് മുൻപ് ഗത്സമൻ തോട്ടത്തിൽ കരുണയുള്ള കർത്താവ് പ്രാർത്ഥിപ്പാൻ പോയപ്പോൾ ശിഷ്യന്മാരെ കൂട്ടിക്കൊണ്ടുപോയത് ഈ 3 പേരെ ആയിരുന്നു. പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയുമായിരുന്നു. മറ്റേ ശിഷ്യന്മാർക്ക് എന്തെങ്കിലും കുറവുണ്ടായതുകൊണ്ടായിരിക്കണമെന്നില്ല, ഏതെങ്കിലും പോരായ്മയുള്ളതുകൊണ്ടാകണമെന്നില്ല. പലപ്പോഴും കർത്താവ് തൻ്റെ ശുശ്രൂഷയ്ക്ക് കൂടെ ചേർത്ത് അണച്ച് നിർത്തുന്നത് ഈ 3 ശിഷ്യന്മാരെയാണ്. സഹോദരീ സഹോദരങ്ങളെ, ക്രിസ്തുവിൻ്റെ ഇന്നർ സർക്കിളിൽ തൻ്റെ ശുശ്രൂഷയുടെ ആ അകത്തുള്ള ആ വൃത്തത്തിനുള്ളിൽ ഈ 3 പേരെ കർത്താവ് പ്രത്യേകം കരുതി ചേർക്കുകയാണ്. എക്കാലത്തും അങ്ങനെയാണ്. യേശുവിൻ്റെ ശുശ്രൂഷയ്ക്ക് കർത്താവ് ചിലരെ പ്രത്യേകിച്ച് വേർതിരിക്കും. കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യുന്നവരാണ് എല്ലാവരും.
നാം എല്ലാവരും കർത്താവിൻ്റെ സാക്ഷികളാണ്, നാം എല്ലാവരും കർത്താവിൻ്റെ വേല ചെയ്യുന്നവരാണ്. എന്നാൽ ഒരു കാര്യം വ്യക്തമാണ്, അന്ന് യേശു ഒരു ഇന്നർ സർക്കിൾ രൂപപ്പെടുത്തിയിരുന്നു, ഒരു ഇന്നർ ഫെലോഷിപ്പ് രൂപപ്പെടുത്തിയിരുന്നു. അകത്ത് കൂടി ചേർന്നിരിക്കുന്ന ഒരു ചെറിയ സമൂഹത്തെ കർത്താവ് രൂപം കൊടുത്തിരുന്നു. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിനോട് ചേർന്ന് യേശുക്രിസ്തുവിൻ്റെ പ്രാർത്ഥനയിലും യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷയിലും എപ്പോഴും കൂടെ നിൽക്കുന്ന ശിഷ്യന്മാരെ പത്രോസും യാക്കോബും യോഹന്നാനുമാണ്. അതുകൊണ്ടാണ് പത്രോസ് പിൽക്കാലത്ത് ലേഖനം എഴുതിയപ്പോൾ ഞങ്ങൾ മഹിമ കണ്ട സാക്ഷികളെന്ന് പറയുന്നത്. യേശുവിൻ്റെ മഹിമ കണ്ട സാക്ഷികളാണ് എന്ന് പത്രോസ് പറയുന്നുണ്ട്. ആ രൂപാന്തരത്തെക്കുറിച്ച് പത്രോസ് തൻ്റെ ലേഖനത്തിൽ എടുത്തു പറയുന്നുണ്ട്. യേശുവിൻ്റെ ആ തേജോമയമായ പ്രത്യക്ഷതയെക്കുറിച്ച്, യേശുവിൻ്റെ മഹത്വപൂർണമായ തേജസ്സിനെക്കുറിച്ച് അപ്പോസ്തലനായ പത്രോസ് പറയുമ്പോൾ അപ്പോസ്തലൻ്റെ ഹൃദയമങ്ങ് നിറഞ്ഞ സന്തോഷവും അത്ഭുത ആദരവുകളും ആ വാക്കുകളിൽ പ്രതിധ്വനിക്കുന്നത് നമുക്ക് കേൾക്കാൻ സാധിക്കും. പത്രോസിൻ്റെ ലേഖനത്തിൽ അത് നാം കാണുന്നുണ്ട്. പത്രോസിൻ്റെ ലേഖനത്തിൽ ആ മഹിമ കണ്ട സാക്ഷികളെന്ന് അപ്പോസ്തലൻ പറയുന്നത്, മഹിമ കണ്ട സാക്ഷികൾ. രണ്ടാമത്തെ ലേഖനത്തിൽ നാം അത് ഇങ്ങനെയാണ് വായിക്കുന്നത്, 16-ാം വാക്യം മുതൽ: ഞങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശക്തിയും പ്രത്യക്ഷതയും നിങ്ങളോട് അറിയിച്ചത് നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടല്ല, അവൻ്റെ മഹിമ കണ്ട സാക്ഷികളായി തീർന്നിട്ടത്രേ. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവങ്കൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ള ശബ്ദം അതിശ്രേഷ്ഠ തേജസ്സിങ്കിൽ നിന്ന് വന്നപ്പോൾ പിതാവായ ദൈവത്താൽ അവന് മാനവും തേജസ്സും ലഭിച്ചു. ഞങ്ങൾ അവനോടുകൂടെ വിശുദ്ധ പർവ്വതത്തിൽ ഇരിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്നും ഈ ശബ്ദമുണ്ടായത് കേട്ടു. താബോർ പർവ്വതത്തിലിരിക്കുമ്പോൾ, വിശുദ്ധ പർവ്വതത്തിലിരിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ഈ ശബ്ദമുണ്ടായത് കേട്ടു എന്നാണ് അപ്പോസ്തലൻ പറയുന്നത്. തേജസ് കണ്ടു, തേജസ്സിൻ്റെ സ്വരം കേട്ടു. ദൈവമക്കളെ, ആത്മീയ ജീവിതത്തിൽ കർത്താവിൻ്റെ ചേർന്നിരിക്കുക, കർത്താവിനോട് ഒട്ടിയിരിക്കുക, കർത്താവിനോട് ഏറ്റവും അടുത്തിരിക്കുക, ടു ബി ക്ലോസ് വിത്ത് ജീസസ്, യേശുവിനോട് ഏറ്റവും അടുത്തിരിക്കുക, അതൊരു വലിയ ഭാഗ്യമാണ്. കർത്താവിനോട് ചേർന്നിരുന്ന് കർത്താവിൻ്റെ വേല ചെയ്യുന്നത് അതൊരു വലിയ പദവിയാണ്. എഫേസ്യ ലേഖനത്തിൽ നാം വായിക്കുന്നുണ്ട്, അപ്പോസ്തലനായ പൗലോസ് എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഇങ്ങനെയാണ് പറയുന്നത്, അവൻ ചിലരെ അപ്പോസ്തലന്മാരായും, എഫേസ്യ ലേഖനം 4-ാം അധ്യായം 11-ാം വാക്യം മുതൽ, അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. എല്ലാവരും ശിഷ്യന്മാർ തന്നെ, എല്ലാവർക്കും ശിഷ്യത്വത്തിൻ്റെ വ്യവസ്ഥകളുണ്ട്, അവർ ശിഷ്യത്വത്തിൻ്റെ വ്യവസ്ഥകൾ പാലിക്കുന്നവർ തന്നെ. പക്ഷേ ശുശ്രൂഷയ്ക്ക് വ്യത്യാസമുണ്ട്. കർത്താവായ യേശു ക്രിസ്തു ചിലരെ അപ്പോസ്തലന്മാരായി നിയമിച്ചിരിക്കുന്നു, ചിലരെ പ്രവാചകന്മാരായി നിയമിച്ചിരിക്കുന്നു, ചിലരെ സുവിശേഷകന്മാരായി നിയമിച്ചിരിക്കുന്നു, ചിലരെ ഇടയന്മാരായി നിയമിച്ചിരിക്കുന്നു, ചിലരെ ഉപദേഷ്ടാക്കന്മാരായി നിയമിച്ചിരിക്കുന്നു. എന്തിനാണ് ഈ ശുശ്രൂഷ? ഈ ശുശ്രൂഷയുടെ ഉദ്ദേശം എന്താണ്? അവിടെ വായിക്കും, അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിൻ്റെ സമ്പൂർണ്ണതയായ പ്രായത്തിൻ്റെ അളവും പ്രാപിക്കുവോളം വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്വത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ആത്മീക വർധനയ്ക്കുമാകുന്നു. വിശുദ്ധന്മാരുടെ യഥാസ്ഥാനം. വിശുദ്ധന്മാർ ചിലപ്പോൾ അവർക്ക് പാകപ്പഴ പറ്റുന്നു, അവരുടെ ആന്തരിക മനുഷ്യനിൽ തെറ്റുകൾ സംഭവിക്കുന്നു, ആന്തരിക സ്വഭാവത്തിൽ മാലിന്യം മുഴുവൻ മാറുന്നില്ല. അതുകൊണ്ട് അവരെ യഥാസ്ഥാനപ്പെടുത്തുവാൻ, അവരെ വിശുദ്ധീകരിപ്പാൻ, അവരെ തേജസ്സിൻ്റെ അനുഭവത്തിലേക്ക് നയിച്ച് വളർത്തി ഉയർത്തിയെടുക്കാൻ അതിനുവേണ്ടി ശുശ്രൂഷകൾ ആവശ്യമാണ്. പ്രിയപ്പെട്ടവരെ, അത് പൊതുജനങ്ങൾക്ക് വേണ്ടിയുള്ള ശുശ്രൂഷയല്ല, അത് ദൈവമക്കളുടെ ഇടയിൽ ദൈവമക്കൾക്ക് വിശുദ്ധീകരണം ലഭിക്കാനുള്ള ശുശ്രൂഷയാണ്. വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്വം എന്താണ് ഈ പറയുന്നത്? സഹോദരങ്ങളെ, വിശുദ്ധന്മാർ സ്ഥാനത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകുമ്പോൾ, വിശുദ്ധന്മാർ അവരുടെ സ്ഥാനത്ത് നിന്ന്, അവരെ ദൈവം നിർത്തിയിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് അവർക്ക് അപചയം സംഭവിക്കുമ്പോൾ, ക്ഷയം, അവർക്ക് ക്ഷീണം സംഭവിക്കുമ്പോൾ, അവർക്ക് വാട്ടം സംഭവിക്കുമ്പോൾ, അവർക്ക് കേട് സംഭവിക്കുമ്പോൾ,
അവർക്ക് പാകപ്പിഴകൾ സംഭവിക്കുമ്പോൾ പുറമേയുള്ള പ്രകടമായ പാവങ്ങളല്ല, അവരുടെ ആന്തരിക മനുഷ്യനിൽ പാപപ്രവണതകൾ കുമിഞ്ഞു വരുമ്പോൾ അപ്പോൾ വിശുദ്ധന്മാരെ യഥാസ്ഥാനപ്പെടുത്തേണ്ടിയിരിക്കുന്നു. അവർക്ക് നഷ്ടപ്പെട്ടു പോയ പദവിയിലേക്കും സ്ഥാനത്തേക്കും അവരെ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. അങ്ങനെ വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിന് ശുശ്രൂഷ ആവശ്യമാണ് ദൈവമക്കളുടെ ഇടയിൽ. സഹോദരങ്ങളെ, ഇത് പൊതുവേയുള്ള ശുശ്രൂഷയല്ല, പൊതുജനങ്ങളുടെ ഇടയിലേക്ക് ചെല്ലുന്ന ശുശ്രൂഷയല്ല, അത് മാനസാന്തരത്തിന് വേണ്ടിയുള്ള ശുശ്രൂഷയല്ല, വിശുദ്ധന്മാരെ യഥാസ്ഥാനപ്പെടുത്താനുള്ള ശുശ്രൂഷയാണ്. ആ ശുശ്രൂഷ മൂലം എന്താണ് നടക്കുന്നത്? ഐക്യത നടക്കുന്നു, തികഞ്ഞ പുരുഷത്വം പ്രാപിക്കുന്നു, ക്രിസ്തുവിൻ്റെ സമ്പൂർണ്ണതയായ പ്രായത്തിൻ്റെ അളവ് പ്രാപിക്കുന്നു. നിസ്സാര കാര്യമല്ല. ക്രിസ്തു എന്ന തലയോളമുള്ള വളർച്ച, ക്രിസ്തുവിൻ്റെ തലയോളമല്ല, ക്രിസ്തു എന്ന തലയോളം എന്ന് പറഞ്ഞാൽ സഭ, ശരീരം. ആ ശരീരത്തിൻ്റെ തല ക്രിസ്തു. ക്രിസ്തു എന്ന ആ തലയോളമുള്ള വളർച്ച പ്രാപിക്കുവാൻ, ക്രിസ്തുവിൻ്റെ അതേ സ്വഭാവം പ്രാപിക്കുവാൻ, ക്രിസ്തുവിൻ്റെ അതേ ഛായ പ്രാപിക്കുവാൻ, ക്രിസ്തുവിൻ്റെ അതേ പ്രകൃതി പ്രാപിക്കുവാൻ, ക്രിസ്തുവിൻ്റെ അതേ സ്വഭാവം, അതേ ആ ഭാവം പ്രാപിക്കുവാൻ, ക്രിസ്തുവിൻ്റെ ഭാവം. സഹോദരങ്ങളെ, ഇത് ഉയർന്നൊരാത്മീയ നിലവാരമാണ്. താബോറിൻ്റെ അനുഭവം അതാണ്, ഉയർന്ന ആത്മീയ നിലവാരം. ഇന്ന് നിങ്ങൾ ദയവായി ചിന്തിക്കണം, കർത്താവേ, എൻ്റെ മനസ്സിലൊരാശ വരുന്നു, എനിക്ക് ആത്മീയ ജീവിതത്തിൻ്റെ ഉയർന്ന നിലവാരങ്ങളിലേക്ക് പറന്നു പൊങ്ങണം. ആത്മീയ ജീവിതത്തിൻ്റെ ഉയർന്ന നിലവാരങ്ങൾ, ആത്മീയ ജീവിതത്തിൻ്റെ സമുന്നത ശ്രേണികൾ, അതെനിക്ക് കൈയടക്കണം. ഇത് നിങ്ങളുടെ വാഞ്ചയാകട്ടെ. എനിക്ക് ആത്മീയമായി വളരണം, ആത്മീയമായി ഉയരണം, എനിക്ക് യേശുവിനോട് പറ്റിച്ചേർന്നിരിക്കണം, യേശുവിൻ്റെ അടുത്തേക്ക് എനിക്ക് കടന്നു ചെല്ലണം, കൃപാസനത്തോട് അടുത്ത് ചെല്ലണം, കൃപാസനത്തിലേക്ക് എനിക്ക് ധൈര്യമായ പ്രവേശനം കിട്ടണം. കർത്താവേ, എനിക്ക് കൃപാസനത്തിലേക്ക് ധൈര്യമായ പ്രവേശനം നൽകണമേ. സഹോദരങ്ങളെ, പ്രാർത്ഥനയിൽ നാം ചൊല്ലുന്നുണ്ട് ധൈര്യമായ പ്രവേശനം, ദൈവസന്നിധിയിലേക്കുള്ള ധൈര്യമായ പ്രവേശനം മൂലമെന്ന്. വിശുദ്ധ കന്യമാതാവിന് ദൈവസന്നിധിയിലേക്ക് ധൈര്യമായ പ്രവേശനം ഉണ്ടായിരുന്നു, ധൈര്യമായ പ്രവേശനം. ഇന്ന് നമുക്ക് ഓരോരുത്തർക്കും ദൈവസന്നിധിയിലേക്ക് ധൈര്യമായ പ്രവേശനം കിട്ടി. വി മസ്റ്റ് ബി ക്ലോസ് ആൻഡ് വി മസ്റ്റ് ബി സോ നിയർ ടു ജീസസ്. നാം ക്രിസ്തുവിനോട് ഏറ്റവും അടുത്തുള്ളവരായി തീരണം, ക്ലോസ് ആയി തീരണം, ചേർന്നിരിക്കുന്നവരായി തീരണം. ചേർന്നിരിക്കുന്നവരായി തീരണമെങ്കിൽ ക്രിസ്തുവിൻ്റെ അതേ ഛായ പ്രാപിക്കണം, ക്രിസ്തുവിൻ്റെ അതേ സ്വഭാവം പ്രാപിക്കണം. സഹോദരങ്ങളെ, അത് വളരെ ഉയർന്ന ഒരു ആത്മീയ അനുഭവമാണ്. നിങ്ങൾ ദയവായി ചിന്തിക്കണം, കർത്താവേ, എനിക്ക് ഈ ഉയർന്ന ആത്മീയ അനുഭവം തരണം, ക്രിസ്തുവിനോട് പറ്റിച്ചേർന്നിരിക്കണം, ക്രിസ്തുവിൻ്റെ ഉള്ളു മുഴുവൻ അറിയണം എനിക്ക്. എന്താണ് നാം വായിക്കുന്നത്? യേശു ക്രിസ്തു ഒടുവിലത്തെ അത്താഴത്തിനിരിക്കുമ്പോൾ ശിഷ്യന്മാരെല്ലാവരും ചേർന്നിരിക്കുന്നുണ്ട്. എന്നാൽ യോഹന്നാൻ ശ്ലീഹ എങ്ങനെയാണ് ഇരിക്കുന്നത്? അപ്പോസ്തലനായ യോഹന്നാൻ യേശുവിൻ്റെ മാറോട് ചാഞ്ഞിരിക്കുന്നു, യേശുവിൻ്റെ മാറോട് ചാരിയിരിക്കുന്നു. എന്തിനാണത്? ആ മാറിൻ്റെ ഉൾത്തുടുപ്പുകൾ ഏറ്റുവാങ്ങുവാൻ. പ്രിയപ്പെട്ടവരെ, മറ്റെല്ലാവരും ശിഷ്യന്മാരാണ്. എന്നാൽ യോഹന്നാൻ ശ്ലീഹ ശിഷ്യനാണ്, അപ്പോസ്തലനാണ്, ശ്ലീഹായാണ്, വിളിക്കപ്പെട്ടവനാണ്, തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്, കർത്താവിൻ്റെ ശുശ്രൂഷയിൽ കർത്താവ് കൂടെ നിർത്തിയവനാണ്. പോരാ, ഐ മസ്റ്റ് ബി ക്ലോസ് ടു ജീസസ്. എനിക്ക് യേശുവിനോട് ഏറ്റവും പറ്റിയിരിക്കണം, യേശുവിനോട് ഏറ്റവും ചേർന്നിരിക്കണം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. അതുകൊണ്ട് അപ്പോസ്തലൻ യേശുവിൻ്റെ മാറോട് ചാഞ്ഞിരുന്ന് യേശുവിൻ്റെ ഉള്ളം മുഴുവൻ അറിയുകയാണ്, ആ തുടുപ്പുകൾ ഏറ്റുവാങ്ങുകയാണ്, ആ ഉൾസ്പന്ദനങ്ങൾ ഏറ്റുവാങ്ങുകയാണ്, ഉൾത്തുടുപ്പുകൾ ഏറ്റുവാങ്ങുകയാണ്, ഉള്ളിലെ ആഗ്രഹങ്ങൾ ഏറ്റുവാങ്ങുകയാണ്, യേശുവിൻ്റെ ഉള്ളിലെ വേദനകൾ സ്വാംശീകരിക്കുകയാണ്, സ്വന്തം ഹൃദയത്തിൻ്റെ അംശമായി മാറ്റുകയാണ്. യേശുക്രിസ്തുവിൻ്റെ സങ്കടങ്ങൾ, യേശുക്രിസ്തുവിൻ്റെ നൊമ്പരങ്ങൾ, യേശുക്രിസ്തുവിൻ്റെ ആശകൾ, യേശുക്രിസ്തുവിൻ്റെ പ്രതീക്ഷകൾ, യേശുക്രിസ്തുവിൻ്റെ മനസ്സിനെ പ്രയാസപ്പെടുത്തുന്നതായ ഭാരങ്ങൾ, ആത്മാക്കളെക്കുറിച്ചുള്ള ഭാരങ്ങൾ, ജനങ്ങളെക്കുറിച്ചുള്ളതായ വേദനകൾ, എല്ലാം യോഹന്നാൻ ശ്ലീഹ ഏറ്റുവാങ്ങുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ക്രൂസിൻ്റെ താഴ്വരയിൽ യോഹന്നാൻ അപ്പോസ്തലനെയാണ് നാം കാണുന്നത്. പത്രോസ് തള്ളിപ്പറഞ്ഞു പോയി, മറ്റ് ശിഷ്യന്മാരെല്ലാം ഓടിപ്പോയി. യൂദാ ഇസ്കരിയോത്ത 30 വെള്ളിക്കാശ് കിട്ടിയത് കൈവശം വെച്ചുകൊണ്ട് മാറിപ്പോയി. യോഹന്നാൻ ശ്ലീഹ ആ കുരിശിൻ ചുമന്നുകൊണ്ട് പോകുന്ന ക്രിസ്തുവിൻ്റെ പിറകെ പോവുകയാണ്, കുരിശിൻ്റെ ചുവട്ടിലേക്ക് ചെല്ലുകയാണ്. കുരിശിൻ്റെ ചുവട്ടിൽ ചെല്ലുമ്പോൾ യേശു ക്രിസ്തു ആ ശിഷ്യനോട് പറയുകയാണ്, സ്ത്രീയെ, ഇതാ നിൻ്റെ മകൻ, ഇതാ നിൻ്റെ മാതാവ്. പ്രിയപ്പെട്ടവരെ, കുരിശിലെ 3-ാമത്തെ തിരുമൊഴി അതാണ്. സ്ത്രീയെ, ഇതാ നിൻ്റെ മകൻ, ഇതാ നിൻ്റെ മാതാവ് എന്ന് പരസ്പരം ഫലമേൽപ്പിക്കുകയാണ്. ഒന്ന് നിങ്ങൾ ഓർത്തുകൊള്ളൂ, നമ്മുടെ കാര്യം യേശു നോക്കും. നാം യേശുവിനോട് ചേർന്നിരിക്കൂ, യേശുവിൻ്റെ സ്വഭാവം പ്രാപിക്കൂ. നമ്മുടെ മക്കളുടെ കാര്യം യേശു നോക്കും, നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യം യേശു നോക്കും, നമ്മുടെ ഭാവി തലമുറയുടെ കാര്യം യേശു നോക്കും.
പ്രിയപ്പെട്ടവനെ, ഞാൻ വ്യർത്ഥമായി ഇതിനെ വ്യാമോഹിപ്പിക്കുകയല്ല. നിന്റെ കടത്തിൻ്റെ കാര്യം യേശു നോക്കും, നിന്റെ രോഗത്തിൻ്റെ കാര്യം യേശു നോക്കും, നിന്റെ കുടുംബത്തിലെ ക്ലേശങ്ങളുടെ കാര്യം യേശു നോക്കും. ദൈവ പൈതലേ, നിന്നെ അലട്ടുന്ന പ്രശ്നങ്ങളുടെ കാര്യം യേശുവിൻ്റെ വിഷയമായി തീരും. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ആലോചനാ വിഷയമായി തീരും. നീ ഒരാൾ ഈ ഭൂമിയിൽ ഏതോ ഒരു കോണിൽ, ഒരു മുക്കിൽ, ഒരു മൂലയിലിരിക്കുന്ന നീ നിത്യനായ ദൈവത്തിൻ്റെ ആലോചനാ വിഷയമായി തീരും. ദൈവത്തിൻ്റെ പരിഗണനാ വിഷയമായി തീരും. നീ ദൈവത്തിൻ്റെ പ്രിയപുരുഷനായി തീരും. നീ ദൈവത്തോട് ചേർന്ന് നിൽക്കും, ദൈവത്തോട് ചേർന്നായിരിക്കും. ദൈവത്തിൻ്റെ ഭാവം മുഴുവൻ നീ ഉൾക്കൊള്ളും. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൽ പറഞ്ഞത്, ക്രിസ്തുയേശുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. യേശുക്രിസ്തുവിലുള്ള ഭാവം. അപ്പോസ്തലൻ പൗലോസ്ലീഹ ഇത് മുഴുവൻ അനുഭവിച്ച ദൈവ പൈതലാണ്. മുഴുവൻ അനുഭവിച്ചു. എന്തൊരു തേജസ്സായിരുന്നു, എന്തൊരു ശക്തിയായിരുന്നു, എന്തൊരു വീര്യമായിരുന്നു, എന്തൊരു ധൈര്യമായിരുന്നു. ഒന്നിലും ഒട്ടും മനസ്സ് പതറുന്നില്ല, ഒന്നിനെയും കൂട്ടാക്കുന്നില്ല, ഒന്നിലും ഒരു കൂസലുമില്ലാതെ ധൈര്യത്തോടെ മുന്നോട്ട് പോകുന്നു. ഒന്നും അലട്ടുന്നില്ല. ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല എന്ന് പറയത്തക്കവണ്ണം ജീവിതം ക്രിസ്തുവിന് കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. എനിക്ക് ഇനി എന്തു വരുമെന്ന് എനിക്കൊരു ചിന്തയില്ല. ഭാവി എന്താ എന്ന് എനിക്കൊരു വിഷയമില്ല. ഇതാ ഞാൻ ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവനായി യെരൂശലേമിലേക്ക് പോകുന്നു. ബന്ധനങ്ങളും കഷ്ടങ്ങളും എനിക്കായി ഒരുക്കിയിരിക്കുന്നതെന്ന് പരിശുദ്ധാത്മാവ് പട്ടണം തോറും സാക്ഷ്യം പറയുന്നതല്ലാതെ അവിടെ എനിക്ക് നേരിടുവാനുള്ളത് ഒന്നും ഞാൻ അറിയുന്നില്ല. എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കേണ്ടതിന് കർത്താവായ യേശു തന്ന ശുശ്രൂഷയും തേക്കണമെന്നേ എനിക്കുള്ളൂ. എനിക്കൊരു കാര്യമേ ഉള്ളൂ, വേറെ എനിക്കൊരു പരിപാടിയില്ല. എൻ്റെ ഓട്ടം തേക്കണം, യേശു തന്ന ശുശ്രൂഷ തേക്കണം. എൻ്റെ സ്നേഹിതരെ, നിങ്ങൾക്ക് ഈ ആശ വരുന്നുണ്ടോ? എൻ്റെ ഓട്ടം തേക്കണം, എൻ്റെ ശുശ്രൂഷ, കർത്താവ് എനിക്കൊരു ശുശ്രൂഷ ഏൽപ്പിച്ചിട്ടുണ്ട്, അതൊന്ന് പൂർത്തീകരിക്കണം. നത്തിങ് ബി ലെഫ്റ്റ് അൺഡൺ. പൂർത്തീകരിക്കാതെ ഒന്നും വിട്ടേച്ച് പോകരുത്, ചെയ്തു തീർക്കാതെ ഒന്നും ബാക്കി വെച്ചേക്കരുത്. നത്തിങ് ബി ലെഫ്റ്റ് അൺഡൺ. നിൻ്റെ ശുശ്രൂഷ നടപടിയായി നിവർത്തിക്കുക എന്ന് തീമോത്തിയോസിന് തൻ്റെ 2-ാമത്തെ ലേഖനം 4-ാം അധ്യായത്തിൽ എഴുതുന്നത്, നിൻ്റെ ശുശ്രൂഷ നടപടിയായി നിവർത്തിക്കുക എന്നത് ഇംഗ്ലീഷ് ബൈബിളിൽ കിടക്കുന്നത് നത്തിങ് ബി ലെഫ്റ്റ് അൺഡൺ എന്നാണ്. ഒന്നും ബാക്കി വയ്ക്കരുതെന്ന്. പൂർത്തീകരിക്കപ്പെടാതെ ഒന്നും ബാക്കി വെച്ചേക്കരുത്. ദൈവവൈതലേ, നിൻ്റെ ജീവിതത്തിൽ ചെയ്തു തീർക്കേണ്ടത് നീ ചെയ്തു തീർത്തിട്ടുണ്ടോ? നിൻ്റെ ഗ്രഹകാര്യങ്ങൾ ക്രമപ്പെടുത്തിയിട്ടുണ്ടോ? നിൻ്റെ ജീവിതത്തിൻ്റെ കാര്യങ്ങളൊക്കെ നീ ഒന്ന് ക്രമപ്പെടുത്തിയിട്ടുണ്ടോ? നീ ചെയ്തു തീർക്കേണ്ടതെല്ലാം ചെയ്തു തീർത്തു എന്നുള്ള അഭിമാനം നിനക്കുണ്ടോ? ഓർത്തു നോക്കൂ, യേശുക്രിസ്തു ക്രൂശിൽ കിടന്ന് പറഞ്ഞ എന്താണ്? നിവൃത്തിയായി. എന്തൊരു ജയത്തിൻ്റെ വിജയഭേരിയാണ് മുഴങ്ങിയത്! എന്തൊരു മുഴക്കമാണത്! നിവൃത്തിയായി എന്ന്. നിവൃത്തിയായി. എന്നെക്കൊണ്ട് പിതാവ് എന്നെ ഭൂമിയിലേക്ക് അയച്ചപ്പോൾ ആഗ്രഹിച്ച പദ്ധതികളെല്ലാം പൂർത്തീകരിച്ചു. ദൈവത്തിന് സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം വായിക്കുമ്പോൾ 4-ാം വാക്യം, ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി, നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു. എന്തൊരു പ്രത്യാശയോടെ, എന്തൊരു പ്രാഗൽഭ്യത്തോടെ, എന്തൊരു ധൈര്യത്തോടെയാണ് പറയുന്നത്. എനിക്ക് ചെയ്യുവാൻ നീ എനിക്കൊരു പ്രവൃത്തി തന്നു, അത് ഞാൻ തികച്ചിരിക്കുന്നു. സ്നേഹിതരെ, നിങ്ങൾ ഓർക്കൂ, നിങ്ങളുടെ ജീവിതത്തിൽ എൻ്റെ പ്രവൃത്തി ഞാൻ തികച്ചിരിക്കുന്നു, എൻ്റെ ശുശ്രൂഷ ഞാൻ നിവർത്തിച്ചിരിക്കുന്നു, എൻ്റെ ഓട്ടം ഞാൻ ഓടിയിരിക്കുന്നു, എൻ്റെ വിശ്വാസം ഞാൻ കാത്തിരിക്കുന്നു. നാഥാ, എൻ്റെ വിശ്വാസ കപ്പൽ തകർന്നു പോകേണ്ട സാഹചര്യങ്ങൾ വന്നപ്പോൾ കപ്പൽ തകർന്നു പോകാതെ ഓളങ്ങളിലും തിരമാലകളിലും എന്നെ അടിയുറപ്പോടെ നിർത്തി എന്നെ പരിപാലിച്ചതിൻ്റെ കൃപയ്ക്കായി അനന്തകോടി സ്തോത്രം. ദൈവമക്കളെ, നിങ്ങൾ പറയൂ, നിങ്ങൾ ചിന്തിക്കൂ. നിങ്ങളെ ഉറപ്പിച്ച് നിർത്തിയില്ലേ? നിങ്ങൾക്ക് ധൈര്യം പകർന്നില്ലേ? നിങ്ങൾക്ക് കരുത്തേകിയില്ലേ? നിങ്ങളുടെ ഹൃദയത്തിൽ പ്രത്യാശ പകർന്നില്ലേ? നിങ്ങൾക്ക് ജീവിതത്തിൽ സമാധാനം തന്നില്ലേ? യേശുക്രിസ്തു ജീവിക്കുന്നു എന്ന് അനേക അനുഭവങ്ങൾ നിങ്ങൾക്ക് തന്നില്ലേ? യേശുക്രിസ്തു നിങ്ങളുടെ കൂടെ നിൽക്കുന്നു എന്ന് അനേക അനുഭവങ്ങൾ നിങ്ങൾക്ക് തന്ന് നിങ്ങളെ ഐശ്വര്യമായി മനോഹരമായി നടത്തിയില്ലേ? ഓർത്തു നോക്കൂ, നിത്യനായ ദൈവം, കാരുണ്യവാനായ ദൈവം, അവൻ അങ്ങ് താബോറിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. ഉയർന്ന അനുഭവങ്ങളിലേക്ക്. ടു ബി അലോൺ വിത്ത് ജീസസ് ആൻഡ് ടു ബി സോ ക്ലോസ് ടു ജീസസ്. യേശുവിനോട് കൂടെ ഒറ്റയ്ക്കിരിക്കാൻ പോരാ, യേശുവിനോട് കൂടെ ചേർന്നിരിക്കാൻ കൊണ്ടുപോവുകയാണ്. യോഹന്നാനെയും പത്രോസിനെയും യാക്കോബിനെയും കർത്താവ് വിളിച്ച് കൂട്ടിക്കൊണ്ടുപോയി താബോറിലേക്ക്. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് വളരെ വിനയപൂർവ്വം അപേക്ഷിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് പറയണം, കർത്താവേ, എനിക്ക് ഇന്ന് താബോർ മല എനിക്ക് വളരെ വളരെ ദൂരെയാണ്. യേശുവേ, എനിക്കിതെല്ലാം കേൾക്കാമെന്നല്ലാതെ ഇതൊന്നും എനിക്ക് എത്തിച്ചേരാവുന്ന സ്ഥലങ്ങളല്ല, എത്തിച്ചേരാവുന്ന പ്രതലങ്ങളല്ല. എന്നാൽ കർത്താവേ, ഞാൻ ജീവിക്കുന്ന ഈ ചെറിയ വീട്ടിൽ, എൻ്റെ ഈ ചെറിയ ചുറ്റുപാടിൽ, കർത്താവേ, എൻ്റെ ഈ അപരിഷ്കൃതമായ സാഹചര്യത്തിൽ, ഈ വിദ്യാഭ്യാസമില്ലാത്ത എനിക്ക്, ആരോഗ്യമില്ലാത്ത എനിക്ക്,
കർത്താവെ, ഒട്ടപ്പാവമായ എനിക്ക്, ഒരു കഴിവുമില്ലാത്ത എനിക്ക്, എൻ്റെ കർത്താവെ, ലോകത്തിൽ വിലയില്ലാത്ത എനിക്ക്, ആർക്കും വേണ്ടാത്ത എനിക്ക്, ആർക്കും സ്നേഹിക്കാൻ കൊള്ളാത്ത എനിക്ക്, യേശുവേ, എനിക്കൊരാശയുണ്ടല്ലോ കർത്താവെ, എനിക്ക് യേശുവിനോട് കൂടെ താബോറിൽ ഒരുമിച്ചൊന്നിരിക്കണമെന്ന്. ദൈവത്തിന് സ്തോത്രം. നിൻ്റെ വിശുദ്ധന്മാർ ചേർന്നിരിക്കുന്നിടത്ത് താബോറിൽ ഈ ശരീരത്തിൽ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ, ശരീരത്തിൽ ജീവനോടുകൂടി ഇരിക്കുന്ന കാലത്ത് തന്നെ യേശുവിനോടുകൂടി ഒന്ന് ഇരിക്കണമെന്ന് എനിക്കൊരാശയുണ്ടല്ലോ. കടന്നു വരുമ്പോൾ ഇരിക്കണം, അതെൻ്റെ ആശയാണ്. ഞാൻ മരിച്ച് മൺമറഞ്ഞ് കടന്നു വരുമ്പോൾ നിൻ്റെ കൂടെ ഇരിക്കണം, അതെൻ്റെ ആശ തന്നെയാണ്, സംശയമില്ല. പക്ഷേ പോരാ കർത്താവേ, ഈ ശരീരത്തിൽ ഇരിക്കുമ്പോൾ തന്നെ എൻ്റെ യേശു ഇരിക്കുന്നിടത്ത് യേശുവിൻ്റെ ചേർന്നിരിക്കാൻ, തേജസ്സിലിരിക്കാൻ എനിക്കൊരു കൊതിയുണ്ടല്ലോ കർത്താവേ. അതിന് തക്കവണ്ണം നീ എന്നെ ഒന്ന് കഴുകണമേ, നീ എന്നെ ഒന്ന് വിശുദ്ധീകരിക്കണമേ. അതിന് തക്കതുപോലെ എന്നെ നീ ഒന്ന് രൂപാന്തരപ്പെടുത്തണമേ. എൻ്റെ മേൽ നിൻ്റെ കൃപ പകരണമേ. എന്നെ നീ ഒന്ന് ശാസിക്കണമേ. എനിക്ക് നീ ശിക്ഷണം തരണമേ. എന്നെ നീ തർജ്ജനം ചെയ്യണമേ. എന്നെ നീ അച്ചടക്കത്തിൽ നടത്തണമേ. കരുണയുള്ള കർത്താവേ, എന്നോട് നീ മനസ്സറിയണമേ. എൻ്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചു തരണമേ. സാത്താൻ അവകാശമുള്ളത് എവിടെയെല്ലാമെന്ന് എനിക്ക് മനസ്സിലാക്കി തരണമേ. കർത്താവേ, നീ എന്നോട് കരുണ തോന്നി എൻ്റെ മേൽ നിൻ്റെ കരം വെക്കണമേ. നീ താബോറിൻ്റെ അനുഭവത്തിലേക്ക്, ശ്രേഷ്ഠമായ തേജസ്കരണത്തിൻ്റെ അനുഭവത്തിലേക്ക് എൻ്റെ ആത്മാവിനെ നയിച്ചു കൊണ്ടുപോകണമേ. ശരീരം ഇവിടെ ഇരിക്കട്ടെ, എന്നാൽ ആത്മാവ് തേജസ്സിലാകുവാൻ എനിക്ക് ഭാഗ്യം തരണമേ. ആത്മാവിലാകാൻ ഭാഗ്യം തരണമേ. ആത്മാവ് ശക്തിയോടെ എൻ്റെ മേൽ വരുവാൻ ഭാഗ്യം തരണമേ. ആത്മാവ് എന്നിലേക്ക് ഇടിച്ചിറങ്ങാൻ ഭാഗ്യം തരണമേ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എൻ്റെ മേൽ ഇറങ്ങി ആവസിക്കുവാൻ ഭാഗ്യം തരണമേ. താബോറിൻ്റെ അനുഭവം എനിക്ക് തരണമേ. താബോറിൻ്റെ അനുഭവത്തിൽ താഴ്വരയിലെ ക്ലേശങ്ങളില്ലല്ലോ, താഴ്വരയിലെ പ്രഭാരങ്ങളില്ലല്ലോ, താഴ്വരയിലെ രോഗങ്ങളെക്കുറിച്ചുള്ള ആവലാധികളില്ലല്ലോ. എല്ലാം മറന്നിരിക്കുന്ന ആ ഭാഗ്യകരമായ അനുഭവം എനിക്ക് തരണമേ. എൻ്റെ മേൽ നിൻ്റെ കൃപ പകരണമേ. ദൈവമക്കളെ, നിങ്ങൾ പ്രാർത്ഥിപ്പീൻ, സമർപ്പിപ്പീൻ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹീത നിമിഷങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. സ്വർഗീയ വചനങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. താബോറിലേക്ക് ഞങ്ങളെ ഉയർത്തിക്കൊണ്ടു പോകുവാൻ നാഥ, അവിടുന്ന് ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും തേജസ്കരിക്കുകയും ചെയ്യുന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, അവിടുത്തെ പ്രിയ ശിഷ്യന്മാരെ താബോറിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എൻ്റെ കർത്താവേ, ഞാൻ മോശയും ഏലിയാവും പ്രത്യക്ഷരായി. മോശയും ഏലിയാവും യേശുവിനോട് സംഭാഷിച്ചു. കർത്താവേ, ഇന്ന് ഈ വാക്കുകളെ ഞങ്ങൾ കേട്ടുകൊണ്ടിരുന്ന സമയത്ത് ഞങ്ങളുടെ ജീവിതത്തിൽ തീജ്വാല കത്തണമേ. കർത്താവേ, തീജ്വാല പടരണമേ. കർത്താവേ, തീജ്വാല ആളിപ്പടരണമേ. കർത്താവേ, തേജസ്സിന്റെ അനുഭവത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ. വിശുദ്ധീകരണം ഞങ്ങൾക്ക് തരണമേ. യേശുവിന്റെ സ്വഭാവം ഞങ്ങൾക്ക് തരണമേ. ഈ വചനം കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഭാരത്തോടിരിക്കുന്നവരുണ്ടല്ലോ, ദുഃഖിച്ച് വലയുന്നവരുണ്ടല്ലോ, ക്ലേശങ്ങളിൽ ഉഴലുന്നവരുണ്ടല്ലോ, പ്രശ്നങ്ങളിൽപ്പെട്ട് വലയുന്നവരുണ്ടല്ലോ, രോഗസൗഖ്യം കൊതിക്കുന്നവരുണ്ടല്ലോ. കർത്താവേ, പലതരത്തിൽ ഭാരത്തില്, കടത്തില്, ദുഃഖത്തില് വലയുന്നവരുണ്ടല്ലോ. എല്ലാവരെയും എൻ്റെ കരുണയുള്ള കർത്താവ് സന്ദർശിക്കണമേ, അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. പൊന്നുകരം ഓരോരുത്തരുടെ മേലും വെക്കണമേ. പൈശാചിക ശക്തിയെ മാറ്റണമേ. ദുരാത്മാക്കളെ ദൂരീകരിക്കണമേ. ശാപദോഷങ്ങളെ മാറ്റണമേ. പാപബന്ധനങ്ങൾ അഴിക്കണമേ. കുടുംബ സമാധാനം നൽകണമേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. യേശുക്രിസ്തുവിന്റെ ജയകരമായ നാമത്തിൽ തന്നെ.